PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ 50 ക്വസ്റ്റ്യൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. 50 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ലെഡ്. ക്വസ്റ്റ്യൻ 52, അവനി ലഖര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏതിനത്തിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗം. 53ാമത്തെ ക്വസ്റ്റ്യൻ, വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ ബി ആണ് ആൻസർ, അംശി നാരായണ പിള്ള. ക്വസ്റ്റ്യൻ 54, കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്ത്? ഓപ്ഷൻ സി ആണ് ആൻസർ, കേളികൊട്ട്. ക്വസ്റ്റ്യൻ 55, പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, പുന്നപ്ര വയലാർ സമരം. 56ാമത്തെ ക്വസ്റ്റ്യൻ, വാകുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരികുരുവി, ഈ പ്രസിദ്ധമായ വരികൾ ആരുടേതാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓപ്ഷനിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഉള്ളൂർ, MK സാനു, കുമാരനാശാൻ, ജി ശങ്കരപിള്ള എന്നാണ് കൊടുത്തേക്കുന്നത്. ആൻസർ വരുന്നത് ജി ശങ്കരക്കുറുപ്പിൻ്റെ വരികളാണിത്. അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആയി പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സീഡ് ഫാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആലുവ താലൂക്കിലെ തുരുത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 58ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, PT ഉഷ. 59ാമത്തെ ക്വസ്റ്റ്യൻ, ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷകളിലേക്ക് മാറ്റുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 4 കറക്റ്റ് ആൻസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആയി പോയിട്ടുള്ളതാണ്. കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് കമ്പൈലറാണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ, വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗേറ്റ്വേ. ക്വസ്റ്റ്യൻ 61, ഡക്ക് ഡക്ക് ഗോ എന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഒരു സെർച്ച് എഞ്ചിനാണ് ഡക്ക് ഡക്ക് ഗോ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ 62, ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി, സ്പാംസ് ആണ് കറക്റ്റ് ആൻസർ. 63ാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ്? ഓപ്ഷൻ സി, സ്കാനർ. 64ാമത്തെ ക്വസ്റ്റ്യൻ, അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. രണ്ടാമത്തെ പ്രസ്താവന, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. മൂന്നാമത്തെ പ്രസ്താവന, പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക. നാലാമത്തെ പ്രസ്താവന, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവത്കരണം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 1, 2, 4 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 65ാമത്തെ ക്വസ്റ്റ്യൻ, തത്വം, നിർമ്മാതാവിന് അവസാനത്തെ ഉപഭോക്താവിനോട് വരെ ബാധ്യതയുണ്ട്. വസ്തുതകൾ, എക്സ് നിർമ്മാതാവിൽ നിന്ന് സുതാര്യമല്ലാത്ത കുപ്പിയിൽ അടച്ച വൈൻ വാങ്ങുകയും തൻ്റെ സുഹൃത്തായ വൈക്ക് പകർന്നു നൽകുകയും ചെയ്തു. അവസാനത്തെ ഗ്ലാസ് വൈൻ പകർന്നപ്പോൾ കുപ്പിയിൽ നിന്നും അഴുകിയ ഒച്ചിൻ്റെ അവശിഷ്ടം വൈയുടെ ഗ്ലാസ്സിൽ വീഴുകയും തത്ഫലമായി വൈക്ക് കടുത്ത അസ്വാസ്ഥ്യം ബാധിക്കുകയും ചെയ്തു. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ, നിർമ്മാതാവിന് വൈക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ട്. ഓപ്ഷൻ ബി, നിർമ്മാതാവിന് എക്സുമായിട്ടാണ് ഉടമ്പടി എന്നതിനാൽ വൈക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയില്ല. സി, എക്സ് വൈക്ക് നഷ്ടപരിഹാരം നൽകണം. ഡി എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞവ ഒന്നുമല്ല. ഇതിലേത് ഓപ്ഷൻസ് ആണ് കറക്റ്റ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അതായത് നിർമ്മാതാവിന് വൈക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യത ഉണ്ട്. 66ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള ഏത് മൗലികാവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി, തുല്യതയ്ക്കുള്ള അവകാശം.
67ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രസ്താവനയാണ്. പ്രസ്താവന എയിൽ പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിൻ്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ്. പ്രസ്താവന 6ൽ പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപ്രകാരമോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിൻ്റെ വാടകയോ അപഹരിക്കുക, നിഷേധിക്കുക, ലഭ്യമാക്കുന്നത് തടയുക, പരാതിക്കാരിയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനമാണ്. ഈ രണ്ട് പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളതെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അതായത് എയും 6ഉം ശരിയാണ്. 6A ശരിയായ വിശദീകരണവുമാണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന കുട്ടികൾക്ക് എതിരായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരും. പ്രസ്താവന 2 കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്. ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന തെറ്റും രണ്ടാമത്തെ പ്രസ്താവന ശരിയുമാണ്. ക്വസ്റ്റ്യൻ 69 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ശ്രീ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ക്വസ്റ്റ്യൻ 2023 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത് എന്നാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഡിസംബർ 10, 1948. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 20 ക്വസ്റ്റ്യനും ആൻസറും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.